മഹത്വം ദൈവത്തിന്, ഘോഷിപ്പിൻ യാഹിൻ നാമം. യുഗങ്ങളിൽ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. യുഗങ്ങളിൽ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. അവരുടെ ഒരു വീഡിയോ ഒരിക്കൽ ജെസ്സി കണ്ടിട്ട് പറഞ്ഞു, ഇതിനകത്ത് എഴുതിയിരിക്കുന്നു ദ വേർഡ് ഓഫ് ഗോഡ് സെയ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ വേർഡ് ഓഫ് ഗോഡ് നീ ഇതുവരെ വായിച്ചതിനകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയുന്നത് എന്താ? ദ വേർഡ് ഓഫ് ഗോഡ് സെയ്സ്. ബൈബിൾ സ്റ്റഡിയാ. അപ്പോൾ നമ്മൾ ചിന്തിക്കും ബൈബിളിലുള്ളതാണെന്ന്. അവർ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് മോർമണാണ്. യു സീ ദ ഡിഫറൻസ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ സഭകളിൽ പഠിപ്പിക്കണം. ഈ ദുരുപദേശക്കാരെ പൊളിച്ചടുക്കിയാലേ പറ്റുള്ളൂ. അത് അവരോട് വഴക്കുണ്ടാക്കാനൊന്നുമല്ല. കാര്യം ഈ തെറ്റിപ്പോയവരെ മടക്കിക്കൊണ്ടുവരാം, പക്ഷേ തെറ്റായ വഴി തിരഞ്ഞെടുത്തവനെ മടക്കിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് അവർ ചൂസ് ചെയ്തതാണ്, നാശത്തിനായിട്ട് ചൂസ് ചെയ്തതാണ്. ഒരാൾ വഴി തെറ്റിപ്പോയാൽ അയാളെ നമുക്ക് കരുണയോടുകൂടെ, സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ. ഷോ കമ്പാഷൻ ടുവേർഡ്സ് ദോസ് ഹു ആർ ഇൻ ഡൗട്ട്. എന്നെ വളരെ സ്വാധീനിച്ചൊരു വാക്യമാണ്. എന്നറിയാമോ? സംശയിക്കാത്ത ഒരുത്തിനോട് ഒരു കരുണയും കാണിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഈ കൾട്ട് ഗ്രൂപ്പിൻ്റെ പ്രശ്നം എന്നറിയാമോ? യുവന്മാർക്ക് ആർക്കും സംശയമില്ലല്ലോ. അവർക്ക് ഒരു സംശയമില്ല. അവർ നമ്മുടെ അടുത്ത് വരുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണോ? ഒന്നുമല്ല. അവർ നമ്മളെ കൺവേർട്ട് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഈസ്റ്റേൺ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നത് നന്നാകാൻ വേണ്ടിയൊന്നുമല്ല വന്നിരിക്കുന്നത്, എന്നെ എങ്ങനെയെങ്കിലും അതിനകത്താക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് വരുന്നത്. സംശയമില്ല. സംശയിക്കാത്ത ഒരാളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. സംശയിക്കുന്നവരാണെങ്കിൽ കാരണം ഒരു ആടി ഉലഞ്ഞു നിൽക്കുന്ന ഇതാണ് ബ്രദറെ, അത് ശരിയാണോ അമ്മ? ചിലപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലേ? കൾട്ട് ഗ്രൂപ്പുകൾ വന്ന് പഠിപ്പിക്കുമ്പോഴത്തേക്ക് യഹോവ സാക്ഷികൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ബ്രദർ ഇനി അവർ പറയുന്നത് ശരിയാണോ നമുക്കറിയത്തില്ല, നമുക്ക് സംസാരിക്കാം. സംശയിക്കുന്നവരോട്. അല്ലാത്തവരോട് നമ്മൾ സംസാരിച്ചിട്ട് എന്തെടുക്കാനാ? അവൻ കള്ളന്മാരാ. അവരൊരിക്കലും നന്നാകത്തില്ല. അവർക്ക് നന്നാകാനോട്ട് ആഗ്രഹവുമില്ല. സംശയമില്ലാത്തവരോട് കരുണ കാണിക്കാൻ കഴിയില്ല. പക്ഷേ സംശയിക്കുന്നവരായ ചിലരുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അവരോടല്ല എഴുതുന്നത്, നിങ്ങളെ. തെറ്റിക്കുന്നവർക്കല്ല എഴുതിയിരിക്കുന്നത്, തെറ്റിപ്പോകുന്നവർക്കാണ് എഴുതുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വിശ്വാസികൾ അവർ ഈ അപകടത്തിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ദൈവത്തിൻ്റെ വെളിപ്പാട്. വാട്ട് ഈസ് ദ റെവലേഷൻ ഓഫ് ഗാഡ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ജീസസ്. സെക്കൻഡ് ഇറ്റ് ഈസ് ഹിസ് വേർഡ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണമായ വെളിപ്പാട് നമ്മൾ കാണുന്നത് ഒന്ന് ചരിത്രത്തിലെ യേശുവിൽ, രണ്ട് അവൻ്റെ വചനത്തിൽ. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്പോസ്തോലന്മാർ ആദിമസഭയിൽ ആദ്യം തന്നെ അവർ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവരോട് കർത്താവ് കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർ ഈ 10 ദിവസം എന്ത് കാത്തിരിക്കുകയായിരുന്നു? അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്ന രീതിയിലുണ്ട്. പക്ഷേ പ്രാർത്ഥന കഴിക്കുക മാത്രമായിരുന്നു ഞാൻ ചിന്തിക്കുന്നില്ല. 24 hours അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളതല്ല. ഐ ടോട്ടലി ബിലീവ് അവർ ആ സമയത്ത് വേദപുസ്തകം വായിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെന്തിക്കോസ്ത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നേരെ ചാടി എഴുന്നേറ്റ് പത്രോസിന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അനുഭവത്തെ വിവരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ 10 ദിവസത്തിനകത്ത് തന്നെ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ ഇരുന്ന് യോവേൽ പ്രവചനം വായിച്ചു കാണും. കാര്യം ആത്മാവിനെക്കുറിച്ച് കർത്താവ് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിരുന്ന് പറഞ്ഞു കാണും, കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവചനം എന്താ പറയുന്നത്? അവരിരുന്ന് ആലോചിച്ച് കാണും. അപ്പോഴാണ് യോവേൽ പ്രവചനം കാണുന്നത്. അപ്പോൾ ഈ ഒരുക്കത്തിൻ്റെ കാലയളവിൽ അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ വെളിപ്പാടായ തിരുവെഴുത്തുകളെ അവർ പരിശോധിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളും ആദിമസഭയുടെ ആ പാരമ്പര്യം പിന്തുടരണം. അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു, അതേസമയം അവർ തിരുവെഴുത്തുകളെ പരിശോധന ചെയ്യുകയും ചെയ്തു പോന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആദിമസഭയിൽ അവരുടെ പ്രതിസന്ധികൾ പലതും, പിന്നെ അതിൻ്റെ എല്ലാ സമയങ്ങളിലും പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോഴും പിന്നീട് മറ്റുള്ള അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോഴും എല്ലാം അവർ തിരുവെഴുത്തുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ പറയുന്നത്. തിരുവെഴുത്തുകളിൽ പറയും പോലെ. നോർമലി അവർ പറയാത്തൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു എന്നൊന്നും അവർ പറയുന്നില്ല. അപ്പോസ്തലന്മാർ പോലും അവരുടെ ഉപദേശങ്ങൾക്ക് തിരുവെഴുത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് റെലവൻസ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. ബ്രദറെ ഞാനൊരു സ്വപ്നം കണ്ടു. എപ്പോഴും എനിക്ക് ആൾക്കാർ എഴുതും, ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു ബ്രദറെ, അതിൻ്റെ അർത്ഥം എന്നാ ചോദിക്കട്ടെ, കാര്യം പാവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്നുള്ളത്
നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എവിടുന്നാ? തിരുവെഴുത്തിൽ നിന്നാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ദൈവം നമുക്ക് സ്വപ്നങ്ങൾ കാണിക്കും, ദർശനങ്ങൾ നൽകും. അതിൻ്റെ പേരിൽ ഉപദേശം ഉണ്ടാക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉപദേശം ഉണ്ടാക്കുമ്പോൾ അതിന് വചനത്തിൻ്റെ അടിസ്ഥാനം അത്യാവശ്യമാണ്. പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യം, ഞാൻ ജ്ഞാനമായിട്ടോ വെളിപ്പാടായിട്ടോ ഉപദേശമായിട്ടോ പ്രവചനമായിട്ടോ നിങ്ങളുടെ ഇടയിൽ വരാതെ. അപ്പം അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് നോക്കിയാൽ വളരെ രസകരമാണ്. ജ്ഞാനമായിട്ടോ വെളിപ്പാടായിട്ടോ ഉപദേശമായിട്ടോ പ്രവചനമായിട്ടോ നിങ്ങളുടെ അടുക്കൽ വരാതെ. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജ്ഞാനമുണ്ട്, വെളിപ്പാടുണ്ട്, പക്ഷേ ഉപദേശമായിട്ടോ പ്രവചനമായിട്ടോ. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പരിണിത ഫലമാണ് ഉപദേശം, വെളിപ്പാടിൻ്റെ പരിണിത ഫലമാണ് ഒരു പക്ഷേ പ്രവചനം. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അതായത് വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് എനിക്ക് ദൈവം ഒരു വെളിപ്പാട് നൽകിയെന്ന് വെക്കുക, ആ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ പല ക്രമീകരണങ്ങൾ വരുത്താനൊക്കെ ചിലപ്പോൾ പറ്റിയെന്നിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം. ഞാൻ സ്നാനത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ആ സ്നാനത്തെക്കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും അതിനെ ചോദ്യം ചെയ്യാം. കാര്യം ആ ജ്ഞാനം എൻ്റെ തലയിലിരിക്കുന്ന ജ്ഞാനം കൊണ്ടല്ല, പ്രത്യുത വേദപുസ്തകത്തിലെ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ കാര്യങ്ങളെ രചിച്ചിരിക്കുന്നത്. ഞാൻ തിരുവത്താഴത്തെക്കുറിച്ചൊരു പ്രസംഗം ചെയ്തു. തിരുവത്താഴത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രസംഗത്തെ ശരിക്കും പറഞ്ഞാൽ അത് ഉപദേശമാണ്. ആ ഉപദേശം അതിൻ്റെ പിന്നിലെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ അത് ജ്ഞാനമാണ്. എന്ത് ജ്ഞാനം? മാനുഷിക ജ്ഞാനമല്ല, വചനത്തിലെ ജ്ഞാനം. അതുകൊണ്ട് വചനത്തിൽ അങ്ങനെ അല്ലല്ലോ സഹോദര എന്ന് പറയാൻ ആർക്കും പറ്റും. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഉപദേശത്തെ ആർക്കും ചോദ്യം ചെയ്യാം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര് പറയുന്ന ഉപദേശത്തെയും ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയും. വേദോസപ്രകാരമാണെങ്കിൽ അംഗീകരിച്ചാൽ മതി. എന്നാൽ അടുത്ത കാര്യം, ഞാൻ ഒറീസായിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ആഫ്രിക്കയ്ക്ക് പോകാൻ. ഞാൻ നേരെ ആഫ്രിക്കയ്ക്ക് പോയി. ഞാൻ പറയുകയാണ്, ഒറീസായിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആഫ്രിക്കയ്ക്ക് പോകണം. ഒറീസായിൽ ഇരുന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ്? ആഫ്രിക്കയ്ക്ക്. എനിക്ക് ഉപദേശം ഉണ്ടാക്കാൻ പറ്റുമോ? കാര്യം അത് ദൈവവും ഞാനും തമ്മിലുള്ള പേഴ്സണൽ ഇടപാടാണ്, എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ മോളെ ഏത് കോളേജ് പഠിപ്പിക്കണമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അത് ദൈവത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി കർത്താവിൻ്റെ ആലോചന പ്രകാരം ഞാൻ അതിന് മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. പക്ഷേ എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ച കോളേജിൽ തന്നെ നിങ്ങളും പഠിപ്പിക്കണമെന്ന് എനിക്ക് ഉപദേശം ഉണ്ടാക്കാൻ കഴിയില്ല. ഉപദേശം എപ്പോഴും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിനെ ചോദ്യം ചെയ്യാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. എങ്ങനെ ചോദ്യം ചെയ്യാൻ? വചനം കൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടതായ കാര്യം ഇതാണ്. നമുക്ക് നമ്മുടെ പ്രാക്ടീസസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഉപദേശവും നമ്മളുടെ പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നതായ നമ്മുടെ കാര്യങ്ങൾ, സഭ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോസ്തലന്മാർ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പോലും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ബേസ് ഉണ്ടാക്കിയിരുന്നു. ആ ബേസ് നമുക്ക് അനിവാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സഭാപിതാവിൻ്റെ ഇടയലേഖനം കൊണ്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇടയലേഖനം എഴുതുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇടയലേഖനത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? തിരുവചനമായിരിക്കണം. ആ തിരുവചനത്തിൻ്റെ ഇടയലേഖനം തിരുവചനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം നിങ്ങൾക്ക് സഭയല്ലേ തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയലേഖനമല്ല വേദപുസ്തകം. വേദപുസ്തകം തന്നത് സഭയാണെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. കാര്യം വേദപുസ്തകം തന്നത് ദൈവമാണ്, അല്ലാതെ സഭയല്ല. ഇത് സഭാവചനമല്ല, ദൈവവചനമാണ്. ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. ആളുകൾ ചിന്തിക്കുന്നത് ഇത് സഭാവചനമാണെന്നാണ്. ഇത് സഭാവചനമല്ല. ഇതിൻ്റെ പേരെന്താണ്? ദൈവവചനമാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്. അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആകാശത്തുനിന്ന് കേട്ടതാണെന്ന് ചോദിച്ചാൽ അല്ല, ഒക്കെ ശരിയാണ്. പക്ഷേ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. ഇറ്റ് ഈസ് ഗോഡ് ബ്രീത്ത് എന്ന് കൃത്യമായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളിപ്പോൾ പഠിച്ചതായ പല കാര്യങ്ങളുണ്ട്. കർത്താവ് ഒന്നാമത്തെ സഭയോട് തന്നെ പറയുന്നു, നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെ ആ പൂർണ്ണതയിലേക്ക് വരുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാവിനെ ആ നിലയിൽ അനുഭവിച്ചിട്ടില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അത് നിങ്ങൾക്കിപ്പോൾ ഗ്രഹിപ്പാൻ കഴിയില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രഷൻ, റെവലേഷനിൽ ഒരു പ്രോഗ്രഷൻ ഉണ്ട്. അത് പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ വെളിപ്പാടിനേക്കാൾ വലിയ വെളിപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ പ്രശ്നമില്ല. അബ്രഹാം സ്നേഹിച്ചതുപോലെയും അബ്രഹാം അനുസരിച്ചതുപോലെയും ഒരു പക്ഷേ
അത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ അനുസരണത്തെയോ അവരുടെ ജീവിതത്തെയോ അവരുടെ ഹൃദയത്തെയോ അല്ല നമ്മൾ കുറച്ച് കാണിക്കുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിലെ വെളിപ്പാട്, ഒരു വ്യക്തിയല്ല ഇതിനകത്തെ വിഷയം, ആ കാലഘട്ടത്തിലെ വെളിപ്പാട് പുത്രൻ്റെ വരവ് വരെ. അതുകൊണ്ടാണ് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ കന്യകയുടെ മകനായി അയച്ചെന്ന് പറയുന്നത്. കാലസമ്പൂർണ്ണം വന്നപ്പോൾ. കാര്യം യേശുവിനെ അങ്ങോട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള കാലത്തിൻ്റെ വളർച്ച അബ്രഹാമിൻ്റെ കാലയളവിൽ ഇല്ലായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അന്നുള്ള ആളുകൾ മോശക്കാരാണെന്നൊന്നുമല്ല. അവർക്കെല്ലാം ദൈവമായിട്ട് ബന്ധമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ അവൻ പൂർണ്ണമായും വെളിപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവിടെ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു. അങ്ങനെ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചപ്പോൾ ആളുകൾ വന്ന് അവരോട് പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് നമ്മൾ ഇന്നലെ പ്രധാനമായും കേട്ടതായ കാര്യം. അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം, പത്രോസ് എന്താ ചെയ്യുന്നത്? തിരുവെഴുത്തുകൾ വെച്ച് അവരുടെ എക്സ്പീരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവരുടെ അനുഭവത്തെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിവരിക്കുകയാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുമ്പോൾ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സകല ജലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്ന എല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ല. യഹോവയുടെ പ്രതികാര ദിവസത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ പ്രസാദ വർഷത്തിൽ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, അവരുടെ മേൽ ആത്മാവിനെ പകരും. അപ്പോൾ നമുക്ക് റിപ്പൻറ്റൻസ് ആവശ്യമുണ്ട്, അനുതാപം ആവശ്യമുണ്ട്, മാനസാന്തരം ആവശ്യമുണ്ട്, ദൈവസന്നിധിയിൽ നമ്മൾ മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്, വിളിച്ചപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിയുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് കർത്താവ് കരുണ കാണിച്ചിട്ട് അവൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്നത്. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തേക്കാൾ കുറച്ചുകൂടെ വ്യാപകമായ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നുണ്ട്. പഴയ നിയമ കാലയളവിൽ പലപ്പോഴും പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള പ്രത്യേക അഭിഷേകമാണ് പലപ്പോഴും ആളുകൾക്ക് ലഭിച്ചത്. എന്നാൽ അന്ത്യകാലത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെയല്ല. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. റിട്ടയർമെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മരണം സംഭവിക്കുന്നതിന് മുമ്പ് വരെ എപ്പോഴും നിർവൃതിയിൽ തന്നെ ജീവിക്കുവാൻ, അവർ ആത്മാവുമായിട്ടുള്ള ആ സംസർഗത്തിൽ തന്നെ ജീവിക്കുവാൻ അവർക്ക് കഴിയുന്നു. ദാസന്മാരും ദാസിമാരും. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുമുള്ള ആളുകളിലേക്ക് ആ ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് അന്ത്യകാലയളവിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ത്യകാലയളവിൽ തിന്മയുടെ വളർച്ചയും ഉണ്ടാകും, ആത്മാവിൻ്റെ പകർച്ചയും ഉണ്ടാകും. ഒരു സൈഡിൽ തിന്മയുടെ വളർച്ചയെങ്കിൽ മറുവശത്ത് ആത്മാവിൻ്റെ പകർച്ച നമുക്ക് കാണാം. അങ്ങനെ ഇത് ഓടിക്കൂടിയ ആളുകളോട് അത് വിശദീകരിക്കുമ്പോൾ പത്രോസ് ഉപയോഗിക്കുന്നതായ ആദ്യത്തെ ലോജിക്ക് കൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട് ലോജിക്ക് നിർത്തി. നമ്മുടെ പ്രസംഗം ലോജിക്കലൊന്നും ആക്കേണ്ട. വലിയ പത്രോസ് പറഞ്ഞു, നിങ്ങളെന്തോ ഈ പറയുന്നത്? ഇവരൊന്നും വീഞ്ഞു കുടിച്ചൊന്നുമില്ല, ഇവർ രാവിലെ 9 മണി ആയുള്ളല്ലോ, നിർത്തി. പിന്നെ അതിനെക്കുറിച്ചൊന്നും വിശദമാക്കാനൊന്നും പോകുന്നില്ല. നമ്മളും ആളുകളോട് സംസാരിക്കുമ്പോൾ ലോജിക്കലായിട്ട് ഇവരെ പറഞ്ഞ് തെറ്റിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് വാദിച്ച് ജയിക്കണമെന്ന്. അതുകൊണ്ട് ചിലർ സുവിശേഷം അറിയിക്കുന്നത് തന്നെ എന്തോ ഒരു വാദപ്രതിവാദമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, വെൻ യു വിൻ ദി ആർഗ്യുമെന്റ് യു ആർ ലൂസിങ് ദ പേഴ്സൺ. നിങ്ങൾ വാദിച്ച് തർക്കിച്ച് ജയിക്കും, പക്ഷേ അവൻ്റെ ആത്മാവിനെ നേടാൻ പലപ്പോഴും കഴിയത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വലിയ വാദപ്രതിവാദങ്ങളൊന്നും അല്ല ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ജയിക്കാൻ പറ്റിയേക്കും. പലപ്പോഴും നമുക്കൊരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട്, ഞാൻ പറയുന്ന ഭാഗം, എൻ്റെ ഉപദേശം വാദിച്ച് ജയിക്കാനായിട്ട്. പത്രോസ് അതിനുവേണ്ടി ഒന്നുമല്ല പരിശ്രമിക്കുന്നത്. പത്രോസ് ഡയറക്റ്റായിട്ട് ലോജിക്കലായിട്ട് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് നേരെ തിരുവെഴുത്തുകളിലേക്ക് കയറുകയാണ്. തിരുവെഴുത്തുകളിൽ തന്നെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണെന്നൊന്ന് പറഞ്ഞൊന്ന് പെതിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് എങ്ങോട്ട് മാറുന്നു? യേശു ക്രിസ്തുവിലേക്ക്. ചരിത്രത്തിലെ യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ചരിത്രത്തിലെ യേശുവിനെ കുറിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ ഒരു എക്സോർട്ടേഷൻ വീണ്ടും അവരോട് പറയുകയാണ്. എന്താണെന്നറിയാമോ? ഈ ചരിത്രത്തിലെ യേശു നിങ്ങൾ ക്രൂശിച്ചു വന്നു, പക്ഷേ എന്തുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെട്ടു? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സിൻസ്. ഇതൊക്കെയാണ് ആദിമസഭയുടെ പ്രസംഗങ്ങളെങ്കിൽ ഇന്നും ഇത് തന്നെയാണ് ആയിരിക്കണം പ്രസംഗത്തിൻ്റെ വിഷയം. യുഗങ്ങളിൽ പാറയം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ.
മഹത്വം ദൈവത്തിന്, ഘോഷിപ്പിൻ യാഹിൻ നാമം. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. അവൻ വിശ്വസ്തനാം ദൈവം, വാക്കുമാറാത്തൊരുറ്റ സഖി. അവൻ വിശ്വസ്തനാം ദൈവം, വാക്കുമാറാത്തൊരുറ്റ സഖി. നിത്യനാം ദൈവവും സത്യപിതാവും, രക്ഷയാം പാറയുമേ. നിത്യനാം ദൈവവും സത്യപിതാവും, രക്ഷയാം പാറയുമേ. മഹത്വം ദൈവത്തിന്, ഘോഷിപ്പിൻ യാഹിൻ നാമം. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. അവൻ മഹിമയിൽ വാഴും മഹോന്നതൻ, പുരാതനനായൊരൻ ദൈവം. അവൻ മഹിമയിൽ വാഴും മഹോന്നതൻ, പുരാതനനായൊരൻ ദൈവം. തൻ വഴികൾ ന്യായവുമേ, പ്രവൃത്തികളോ അത്യുത്തമം. തൻ വഴികൾ ന്യായവുമേ, പ്രവൃത്തികളോ അത്യുത്തമം. മഹത്വം ദൈവത്തിന്, ഘോഷിപ്പിൻ യാഹിൻ നാമം. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. തന്നിൽ അനീതിയില്ല, വ്യാജമില്ല, ഭോഷ്കിൽ പ്രിയപ്പെടില്ല. തന്നിൽ അനീതിയില്ല, വ്യാജമില്ല, ഭോഷ്കിൽ പ്രിയപ്പെടില്ല. നേരോടൻ വ്യവഹാരങ്ങൾ, വിധി തീർക്കും യാഹവൻ താൻ. നേരോടൻ വ്യവഹാരങ്ങൾ, വിധി തീർക്കും യാഹവൻ താൻ. മഹത്വം ദൈവത്തിന്, ഘോഷിപ്പിൻ യാഹിൻ നാമം. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ.